ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യത്തിന്റെ 225 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സായിരാം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്, കാസർഗോഡ് നിന്നും. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മൺ മാസ്റ്റർ, കണ്ണൂര്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ദേവി കൃഷ്ണ, തിരുവനന്തപുരം. മോള് അങ്കിള് പറയണ മാതിരി ചെയ്യണം കേട്ടോ. സായിരാം മാഷേ, തുടങ്ങിക്കോളൂ. സായിരാം. അന്തർശയജ്ഞത്തിലേക്ക് എല്ലാവർക്കും ഹാർദ്രമായ സ്വാഗതം. ഇന്നത്തെ ബാലവികാസ് കുട്ടി ദേവി കൃഷ്ണ ഞാൻ 3 പ്രാവശ്യം ഓങ്കാരവും സായി ഗായത്രിയും ചൊല്ലിയതിന് ശേഷം വീഡിയോ ഓണാക്കിയിട്ട് നിങ്ങളെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം പാരായണം തുടങ്ങുക. സായിരാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ദേവി കൃഷ്ണമോള് വീഡിയോ ഓണാക്കിയിട്ട് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആരാണെന്ന്. അതിനുശേഷം പുസ്തകം പാരായണം ചെയ്യാം. സായിരാം. ഓം ശ്രീ സായിരാം. സജ്ജന സംസർഗം ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. അതിന്റെ പ്രതിഫലനമാണ് ഈ അന്തർശൗച യജ്ഞത്തിൽ എനിക്കും അവസരം ലഭിച്ചത്. എന്റെ പേര് ദേവി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സമിതിയിലെ ബാലവികാസ് അംഗമാണ്. ഞങ്ങളുടെ വീട്ടിലെ 4 അംഗങ്ങൾക്കും അന്തർശൗച യജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സ്വാമി നൽകി. അതിന് നിമിത്തമായത് വത്സല ആന്റിയും. സനാതന സാരഥിയുടെ പല ലക്കങ്ങളിലായി പ്രസിദ്ധീകരിച്ച സ്വാമിയുടെ തത്വങ്ങളും ചിന്തനങ്ങളും നിങ്ങളേവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാം സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സായി വാണിയിലേക്ക് കടക്കാം. ഇരുമ്പ് മണ്ണിൽ ഏറെ നാൾ കിടന്ന് തുരുമ്പിക്കും. പക്ഷെ അത് ചുട്ടു പഴുപ്പിച്ചാൽ തുരുമ്പ് നാമാവിശേഷമാകും. സംസർഗത്തിന്റെ സ്വാധീനം ഇതുപോലെയാണ്. മഴവെള്ളം മണലിൽ താഴ്ന്നു പോകുന്നു, പക്ഷേ കളിമണ്ണിൽ വീണാൽ അത് ഉപകാരപ്രദമാകുന്നു. അതുപോലെ അർഹതയ്ക്കനുസരിച്ചാണ് ഒരു വ്യക്തിയിൽ ഭക്തി ശോഭിക്കുന്നത്. കാറ്റടിച്ചാൽ പൊടിപടലം പറക്കുന്നു, എന്നാൽ മഴ പെയ്താൽ അത് കുഴിയിലേക്ക് വീഴുന്നു. പൊടിപടലത്തിന് പറക്കുവാൻ ചിറകുകളോ വീഴുന്നതിന് പാദങ്ങളോ ഇല്ല. സംസർഗത്തിന്റെ സ്വാധീനം കൊണ്ടാണ് അത് ഉയരുന്നതും കുഴിയിലേക്ക് വീഴുന്നതും. നമുക്ക് നന്മയും തിന്മയും സംഭവിക്കുന്നതും സജ്ജന സംസർഗത്തിന്റെയോ ദുഷ്ട സംസർഗത്തിന്റെയോ സ്വാധീനം കൊണ്ട് മാത്രമാണ്. ദിവ്യത്വം എന്നത് മനുഷ്യത്വത്തെക്കാൾ ഉയർന്നതാണ്. സജ്ജന സംസർഗത്താൽ ദിവ്യത്വത്തിലേക്ക് നാം ഉയരുന്നു. കഷ്ടേ ഫലി. കഠിന പരിശ്രമം മികച്ച നേട്ടങ്ങൾ തരുന്നു. ചെറിയ പ്രായം മുതൽ നാം പരിശുദ്ധവും പവിത്രവുമായ ചിന്തകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ നാം പ്രത്യേകം ശ്രമിക്കണം. കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും നാളുകളിൽ നിഴൽ പോലെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്
യഥാർത്ഥ സുഹൃത്ത്. അയാൾക്ക് വ്യക്തിപരമായ നന്മ ഉണ്ടാകും. സ്ഥിരമായ ലക്ഷ്യവും അചഞ്ചലമായ മനസ്സും പരിപോഷിപ്പിക്കണം. നാഴികമണിയുടെ നാവ് പോലെ എപ്പോഴും ചലിക്കുന്ന മനസ്സുള്ളവരുടെ മുഖത്ത് പോലും നോക്കരുത്. ദുർഗുണങ്ങളെ ത്യജിക്കുന്നതും സദ്ഗുണങ്ങളെ പരിപോഷിപ്പിക്കുന്നതുമാണ് സംസ്കാരം. വിദ്യാഭ്യാസത്തോടൊപ്പം സംസ്കാരവും വളരെ അത്യാവശ്യമാണ്. ആദർശങ്ങൾക്ക് ഒരിക്കലും നാശമില്ല. അതിനാൽ വിദ്യാർത്ഥികൾ ഉന്നത ആദർശങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കണം. ഭാരതീയ സംസ്കാരം സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. ആരാണ് സംസ്കാര സമ്പന്നൻ? മനസ്സേകം വചസ്യേകം കർമ്മണ്യേകം മഹാത്മന. ആരുടെ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും തമ്മിൽ പൂർണ്ണ യോജിപ്പുണ്ടോ അവരാണ് സംസ്കാര സമ്പന്നർ. തപസ്, തീർത്ഥയാത്ര, വേദപാരായണം, ജപം ഇവ കൊണ്ട് മാത്രം ഒരുവന് സംസാരസാഗം തരണം ചെയ്യാൻ സാധ്യമല്ല. പുണ്യസേവ കൂടി ചെയ്യേണ്ടതായി വരും. മാതാപിതാക്കൾ, അധ്യാപകർ, ഗുരുജനങ്ങൾ ഇവരെ ബഹുമാനിക്കുകയും സേവിക്കുകയും വേണം. ഇവരുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് സാധിച്ചു കൊടുക്കണം. ഗുരുജനങ്ങളെ ധിക്കരിച്ചും മാതാപിതാക്കളെ അനുസരിക്കാതെയും ശ്രദ്ധിക്കാതെയും എന്ത് സാധന ചെയ്താലും അതെല്ലാം നിഷ്ഫലമാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവയൊക്കെയാണ്. നശ്രേയോ നിയമം വിന. അച്ചടക്കമില്ലാതെ ശ്രേയസ്സില്ല. അതുകൊണ്ട് ദുസ്വഭാവമുള്ളവരുമായി യാതൊരു ബന്ധവും പാടില്ല. സർവജീവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആരെ നമസ്കരിച്ചാലും അത് ഈശ്വരനിലെത്തുന്നു. ഗ്ലാസിൽ ജലം നിറഞ്ഞിരിക്കുമ്പോൾ അതിൽ പാലൊഴിക്കാൻ കഴിയില്ല. അതുപോലെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ ഒഴിവാക്കി പവിത്ര വികാരങ്ങളും മാതാപിതാക്കളോടുള്ള നന്ദി കൊണ്ടും നിറയ്ക്കണം. വിദ്യാർത്ഥി ജീവിതം ബ്രഹ്മചര്യത്തിന്റെ കാലഘട്ടമാണ്. ഈ സുവർണ കാലത്തിലെ കാഴ്ച, കേൾവി, വാക്ക്, പ്രവൃത്തി ഇവയെല്ലാം പവിത്രമായിരിക്കണം. ഈശ്വര ഭക്തിയാൽ ഹൃദയം നിറയ്ക്കണം. ഹൃദയം ജലസംഭരണി പോലെയും ഇന്ദ്രിയം ടാപ്പുകൾ പോലെയുമാണ്. ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഇന്ദ്രിയങ്ങളാകുന്ന ടാപ്പിൽ കൂടി ഒഴുകി വരുന്നത് സ്നേഹമാകുന്ന മധുരജലമായിരിക്കും. ഹൃദയം സ്നേഹനിർഭരമാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളും സ്നേഹപൂർണമാകും. കിണറ്റിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ കിണറ്റിൽ ഓളങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ സച്ചിന്തയുടെ ഒരു കല്ല് മനസ്സാകുന്ന തടാകത്തിൽ വീണാൽ അതിന്റെ തരംഗം നമ്മുടെ എല്ലാ അവയവങ്ങളിലും വ്യാപിക്കും. ഈശ്വരൻ ആവശ്യമുള്ളതും അർഹമായതും തരുന്നു. ആവശ്യപ്പെടേണ്ട കാര്യമില്ല. പിറുപിറുക്കൽ വേണ്ട. സംതൃപ്തരായി ഇരിക്കുക. ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ഒന്നും സംഭവിക്കില്ല. സാധന 2 തരത്തിലുണ്ട്: മനോസാധനയും ഹൃദയ സാധനയും. യാന്ത്രികമായുള്ള മന്ത്രജപം, ശ്ലോകം ചൊല്ലൽ ഇവയെല്ലാം മനോസാധനയാണ്. വരികളുടെ അർത്ഥം ഉൾക്കൊണ്ട് ഭജന പാടുന്നതും മന്ത്രം ജപിക്കുന്നതും ഹൃദയ സാധനയാണ്. അത് പൂർണ്ണമായും ഓർമ്മയിൽ അധിഷ്ഠിതമല്ല. ആധ്യാത്മികയിൽ ശ്രവണം പ്രാധാന്യമർഹിക്കുന്നു. ചിന്തകളെ നിരീക്ഷിക്കണം. ഒരിക്കൽ സ്വാമി പറഞ്ഞു, ഈശ്വരൻ ഗൗരവമുള്ള മുഖങ്ങളെ അവഗണിക്കുന്നു, മ്ലാനവദനന്മാരെ നോക്കുകയില്ല. നാം എപ്പോഴും സുസ്മേരവദനരായിരിക്കണം. ജീവിതം ആനന്ദപൂർണമാണ്. ആരോഗ്യത്തിന്റെ രഹസ്യവും സ്വാമി അരുളിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതം കൃത്രിമമായിരിക്കുന്നു. ഹാർട്ട് ഉള്ളിലുണ്ട്, പക്ഷെ ആർട്ട് മാത്രമാണ് പുറത്തുള്ളത്. അങ്ങനെയായാൽ നമ്മുടെ പ്രവൃത്തികൾ ആർട്ടിഫിഷ്യൽ ആകാതെ ആർട്ടിഫിഷ്യൽ ആകുന്നു. ആരോഗ്യവാന് 3 ഗുണങ്ങളുണ്ട്: പരിശുദ്ധി, പവിത്രത, നിരന്തര പരിശ്രമം. അങ്ങനെയുള്ള ഹൃദയം എന്ത് ചിന്തിക്കുന്നുവോ സങ്കല്പിക്കുന്നുവോ അത് ഉടൻ സംഭവിക്കും. അങ്ങനെയുള്ളവരെ കൺപോളകൾ കൃഷ്ണമണിയെ കാക്കും പോലെ സ്വാമി സംരക്ഷിക്കും. ഒരു പക്ഷേ അഹന്തയും അസൂയയും നമ്മുടെ സാധനാ പുരോഗതിയുടെ ഉപോൽപ്പന്നമായി വരാം. നാം സാധന എത്ര നാളായി ചെയ്യുന്നുവെന്ന് കണക്ക് കൂട്ടും. സാധന കുറച്ചു ചെയ്തിട്ടുള്ളവരെ പുച്ഛഭാവത്തിൽ നോക്കി എന്ന് വരും.
നമ്മൾ സായിനാമം 1 കോടി പ്രാവശ്യം എഴുതി എന്നതിൽ അഹന്ത കൈക്കൊള്ളും. തരം കിട്ടിയാൽ സന്ദർഭമുണ്ടാക്കി അതിനെപ്പറ്റി നാം സംസാരിക്കും. ഇവിടെ എഴുതിയ കോടി നാമങ്ങൾക്കല്ല, സായി നാമത്തിൽ കേന്ദ്രീകരിക്കുന്ന ശുദ്ധമായ ശ്രദ്ധയിൽ നിന്ന് ഉദയം കൊള്ളുന്ന മനോവിശുദ്ധിക്കാണ് പ്രസക്തി. മനസ്സിന്റെ കള്ളക്കളി സൂക്ഷിക്കുക, നിയന്ത്രിക്കുക. സ്വാമിയെ ദർശിക്കാനും സേവിക്കാനും കഴിഞ്ഞത് മഹാഭാഗ്യം. എപ്പോഴും ഭഗവത് സേവയിൽ മുഴുകി ആ മഹാസുഹൃതത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി സ്വധർമ്മം ഈശ്വര സേവ പോലെ നമുക്ക് ചെയ്യാം. ശാന്തമായി സംസാരിക്കണം. വിദ്വേഷത്തിനും വൃഥാക്ഷേപത്തിനും പ്രശംസയ്ക്കും നമ്മുടെ മറുപടി ശാന്തമായിരിക്കട്ടെ. മറ്റുള്ളവർ നമ്മുടെ മനസമാധാനം കെടുത്തുവെന്ന് പരിദേവനം ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കറിയില്ല, നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ചിന്ത മാത്രം മതി ചുറ്റുമുള്ളവരുടെ സ്വാസ്ഥ്യം കെടുത്തുവാൻ. നാം ഓരോരുത്തരെ കുറിച്ചും സ്വാമിക്കറിയാം. ഭഗവാന്റെ അനുമതി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ദിവ്യസ്വരൂപം കാണാനും കേൾക്കാനും സ്പർശിക്കാനും കഴിഞ്ഞത്. സ്വാമി അരുളുന്നു, എന്റെ ചിത്രം പോലും നിങ്ങൾ കാണുന്നത് എന്റെ സങ്കല്പം മൂലമാണ്, അതും യാദൃശ്ചികമല്ല. വിഷയസുഖങ്ങളെ വേണമെന്ന ആഗ്രഹം ആദ്യം ത്യജിക്കുക. പകരം നാമസ്മരണ എന്ന എണ്ണ ഒഴിച്ചു വയ്ക്കുക. അതിൽ ജീവനാകുന്ന തിരി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വൈരാഗ്യം എന്ന ചൂടിൽ ഉണക്കി നാമസ്മരണയാകുന്ന എണ്ണയിൽ മുക്കി വയ്ക്കുക. അപ്പോൾ ആ തിരിയിൽ ജ്ഞാനദീപം കൊളുത്താൻ ഈശ്വരൻ വരും. അതോടെ നമ്മുടെ ജ്ഞാനചക്ഷുസ് തുറക്കപ്പെടും. അതാണ് ജീവിത ലക്ഷ്യം എന്നറിയുക. ജയ് സായിരാം. സായിരാം മോളെ, ഇനി മോളെ അനുഭവം പറയാ. സായിരാം. ഓം ശ്രീ സായിരാം. എന്റെ പേര് ദേവി കൃഷ്ണ. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സമിതിയിലെ ബാലവികാസ് വിദ്യാർത്ഥി. ചിറ്റൂർ GVGHSSൽ +1 പരീക്ഷ എഴുതി നിൽക്കുന്നു. സ്വാമിയുടെ ഒരു ഭക്തയും വിശ്വാസിയുമാകാൻ കഴിഞ്ഞത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അനുഭവം. എന്റെ ജനനം UAEയിലാണ്. അവിടുത്തെ വീട്ടിലെ ഞങ്ങളുടെ പൂജാ കോർണറിന് മുന്നിലിരുന്ന് അമ്മയും അച്ഛനും നാമം ജപിക്കുമായിരുന്നു. ആ സമയം കുറെ ടോയ്സുമായി എന്നെയും അതിനിടയിൽ ഇരുത്തുമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ വളരെ കുഞ്ഞിലെ പല നാമജപങ്ങളും സ്വായത്തമാക്കി. അവിടുത്തെ മലയാളി കൂട്ടായ്മയിലെ ആധ്യാത്മിക പരിപാടികളിലും മറ്റും സ്ഥിരമായി ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. പിന്നെ നാട്ടിലെത്തിയപ്പോൾ ഇതൊക്കെ കൂടുതൽ ശക്തമായി. വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നമ്മൾ നാമം ജപിക്കും. ഇന്നും അത് തുടരുന്നു. സ്വാമിയുടെ അഷ്ടോത്തരം ജപിക്കുമായിരുന്നെങ്കിലും ഒരു സമിതിയിൽ അംഗമാകുന്നത് 2015 അങ്ങനെ ബാലവികാസ് സ്റ്റുഡന്റ്. നമ്മുടെ നെയ്യാറ്റിങ്കര സമിതി പല പ്രഗത്ഭരുടെയും ഒരു സംഗമ സ്ഥലമാണ്. ഓൾ ഇൻ വൺ ആയ അനിക്കുട്ടൻ അങ്കിളാണ് ഞങ്ങൾക്ക് ഭജന പഠിപ്പിച്ചു തരുന്നത്. ഞാനും അനിയത്തി ജ്യോതിർമയിയും ബാലവികാസ് സ്റ്റുഡൻസ് ആയി. ഞങ്ങളുടെ ബാലവികാസ് ഗുരുക്കന്മാർ ഓരോരുത്തരും ഒന്നിനൊന്ന് പ്രഗത്ഭരാണ്. ബാലവികാസ് കുട്ടികൾക്കായി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സതി ആന്റി ഞങ്ങളെ എല്ലാം പഠിപ്പിക്കുന്നതിലും പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിലും കാണിക്കുന്ന ഉത്സാഹം ഒന്ന് വേറെ തന്നെ. ഞങ്ങളുടെ സമിതി ബാലവികാസ് ഗുരുവായ ശ്രീലത ടീച്ചറാണ് ഞങ്ങളെ ബാലവികാസ് ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. അതിനുശേഷം കൊറോണ സമയത്ത് ഓൺലൈൻ പഠനം വഴി ഞങ്ങൾ സുധാമണി ടീച്ചറിന്റെയും വത്സല ആന്റിയുടെയും ശിഷ്യകളായി. ഈ ക്ലാസുകളിലെല്ലാം അമ്മയും അച്ഛനും ഏകലവ്യനെ പോലെ പഠനം നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സമിതിയിലെ ശാന്താമ്മയും ഓമനമ്മയും സത്സംഗത്തിന്റെ നിറകുടങ്ങളാണ്. ശാന്ത അമ്മൂമ്മ നമുക്ക് ലളിതാ സഹസ്രനാമം, നാരായണീയം, ഗീതാ വ്യാഖ്യാനം എന്ന് വേണ്ട എല്ലാം പഠിപ്പിച്ചു തന്നു. ഓമനമ്മൂമ്മ പ്രസംഗത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നിരുന്നു. നമ്മുടെ നെയ്യാറ്റിങ്കര സമിതി നമ്മൾ ബാലവികാസ് കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു. ബാലവികാസ് കുട്ടികളുടെ ഭജനയ്ക്കായി മാസത്തിലെ 4ാം വ്യാഴാഴ്ച മാറ്റിവച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും
അന്നത്തെ കൺവീനറായ അനിക്കുട്ടൻ അങ്കിളും ബാലവികാസ് ഗുരുവായ സതിയാന്റിയുമാണ്. ഇതേ സമിതിയിലെ മനുച്ചേട്ടനാണ് നമ്മുടെ ആദ്യ വേദഗുരു. ഇപ്പോൾ ഞങ്ങൾ രേഖ ടീച്ചറിൽ നിന്നും വേദാഭ്യാസം തുടരുന്നു. ചിറ്റൂരും കൊല്ലത്തും ഏകാദശ രുദ്രജപത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനും 1 മാസം മുൻപേ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്നും പ്രാക്ടീസ് എന്ന വണ്ണം ഞങ്ങൾ വേദമന്ത്രം ചൊല്ലും. അപ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി അവർണ്ണനീയമാണ്. പിന്നെ നമ്മുടെ സമിതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള ഊഷ്മളമായ ഓർമ്മയാണ് ഈശ്വരാംബ ദിനം. ബാലവികാസ് കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന നമ്മുടെ സമിതിയിൽ ഈശ്വരാംബ ദിന കോമ്പറ്റീഷൻസ് രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് 5 മണി കഴിഞ്ഞും തുടരുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈനിറയെ സമ്മാനങ്ങളുമായാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഈശ്വരാംബ ദിനത്തിലെ പ്രഭാഷണത്തിലൂടെ എനിക്ക് സിറ്റി സമിതിയിലെ സ്വാഗത പ്രാസംഗിക ആകാനുള്ള അവസരവും ലഭിച്ചു. സ്വാമിയുടെ ബർത്ത്ഡേ, ഓണാഘോഷം, ക്രിസ്മസ് ഫംഗ്ഷൻ എല്ലാത്തിനും എന്റെയും അനിയത്തിയുടെയും നൃത്തം ഉൾപ്പെടെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാകും. എല്ലാം ആഘോഷമാണ്. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിലെ ഭജന ദിവസമാണ്. ഒരാഴ്ച മുൻപേ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. വീട്ടിലെ ഫർണിച്ചർ എല്ലാം ഒരു റൂമിലേക്ക് മാറ്റി എല്ലായിടവും വൃത്തിയാക്കി സ്വാമിയുടെ ഡയസും ഡിവൈൻ ചെയറും നന്നായി അലങ്കരിച്ച് സ്വാമിക്കും ഭക്തർക്കും പ്രസാദമുണ്ടാക്കി പൂക്കളിറുക്കൽ, മാലകെട്ടൽ, ഭജന പഠിക്കൽ, എല്ലാവരെയും ക്ഷണിക്കൽ, അങ്ങനെ എല്ലാം ചേർത്ത് നമ്മൾ അതൊരു ഉത്സവമാക്കി മാറ്റും. ഭജന സമയത്ത് സ്വാമി നമ്മുടെ വീട്ടിലെത്തി എന്നത് എല്ലായ്പ്പോഴും ഒരു അടയാളം കാണിക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെ ഭജനയ്ക്ക് നമ്മൾ സായി ഡിവോട്ടീസ് അല്ലാത്ത അയൽക്കാരെയും ബന്ധുക്കളെയും വിളിക്കാറുണ്ടായിരുന്നു. അവർക്കെല്ലാം സ്വാമിയുടെ പൂജാവിധികളിലെ ഡിസിപ്ലിൻ കാണുമ്പോൾ അതിശയമാണ്. അവർക്ക് നമ്മൾ അഷ്ടോത്തരത്തിന്റെ കോപ്പി നൽകാറുണ്ട്. ക്രമേണ അവരിൽ പലരും സ്വാമിയുടെ ഡിവോട്ടീസ് ആയെന്ന് മാത്രമല്ല, ലിഖിത ജപവും പല ഓൺലൈൻ സത്സംഗങ്ങളും മുടക്കമില്ലാതെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പുതിയ വീട് വെച്ച് പാല് കാച്ചിയ ശേഷം ആദ്യമായി നടത്തിയ ഭജന. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ. പതിവ് പോലെ ക്ഷണിച്ചവരെല്ലാം എത്തി. വീട് നിറച്ചും ആൾക്കാർ. അഷ്ടോത്തര അർച്ചനയ്ക്ക് ശേഷം ഞാൻ അമ്മയുടെ അടുത്ത് നിലത്ത് വിരിച്ച പായയിൽ ഇരിക്കുകയായിരുന്നു. ഭജന നടക്കുമ്പോൾ ഏതാണ്ട് 3 ഭജനയായി കാണും. പെട്ടെന്ന് ഞാൻ എന്റെ കാലുകൾ ആർക്കോ പോകാനായി ഒതുക്കുന്നത് പോലെ കണ്ടിട്ട് എന്താണെന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണത്രേ: ഭജന നടക്കുമ്പോൾ സ്വാമി ഡിവൈൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരുന്ന ആ വഴിയിലൂടെ പുറത്തേക്കുള്ള ഡോറിനടുത്തേക്ക് പോകുന്നു. സ്വാമിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ കാലൊതുക്കി കൊടുത്തത്. ഇതെന്റെ തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സ്വാമി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അനുഭവത്തിൽ എന്തു പറയുമെന്ന് ആലോചിച്ചപ്പോൾ അച്ഛനും അമ്മയുമാണ് ഈ ഓർമ്മ പുതുക്കിയത്. പിന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാത്തിനും സ്വാമിയുടെ അനുവാദം വാങ്ങിയ ശേഷമേ അച്ഛനും അമ്മയും എന്തും ചെയ്യാറുള്ളൂ. എല്ലാ പരീക്ഷയുടെയും ഹാൾ ടിക്കറ്റും പേനയും പേപ്പറും റൈറ്റിംഗ് ബോർഡും സ്വാമിയുടെ മുന്നിൽ വെച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എന്നും വിഭൂതി വെള്ളം തീർത്ഥമായി ഞങ്ങൾ എല്ലാവരും കുടിക്കാറുണ്ട്. എല്ലാ ദിവസവും വേദമന്ത്രങ്ങൾ ചൊല്ലാറുമുണ്ട്. എന്നും സന്ധ്യാനാമം ജപിക്കുന്നുണ്ട്, ലിഖിത ജപം എഴുതുന്നുണ്ട്. ഇതൊക്കെ ഒരു കവചം പോലെ സംരക്ഷണം നൽകുന്നു, കോൺഫിഡൻസും നൽകുന്നു. ഇനിയും സ്വാമി തെളിച്ചു തരുന്ന പാതയിലൂടെ സധൈര്യം ഭക്തിയോടെ മുന്നോട്ട് പോകാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥന. പുട്ടപ്പർത്തിയിൽ ഞങ്ങൾക്ക് 2 തവണ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ, ഷിർദിയിൽ 1 തവണയും. ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ 2 തവണ സ്വാമിയുടെ വസതിയായ സായി ശ്രുതിയിൽ പോയി. ഭജനയും വേദമന്ത്രങ്ങളും ചൊല്ലാനുള്ള ഭാഗ്യമുണ്ടായി. സ്വാമി ചുറ്റി നടന്ന ആ വഴികളിലൂടെ നമ്മളും നടന്നു. നാട്ടിലുണ്ടായിരുന്ന സമയത്തെല്ലാം കോടങ്കരയുള്ള അമ്മ വീട്ടിലെ അമ്മുമ്മമാരോടൊപ്പമാണ് ഞങ്ങൾ എല്ലാ പിറന്നാളും ആഘോഷിച്ചിരുന്നത്. അമ്മുമ്മമാരുടെ മുന്നിൽ ഡാൻസും പാട്ടും ഭജനയും ഒക്കെ അവതരിപ്പിച്ച് അവരോടൊപ്പം സദ്യയുമുണ്ട് അവരുടെ എല്ലാം അനുഗ്രഹത്തോടെ ആ ദിവസം ധന്യമാക്കും. നമ്മുടെ വീട്ടിൽ ആർക്ക്
എന്ത് ബുദ്ധിമുട്ട് വന്നാലും സ്വാമിയെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ച് വിഭൂതി സേവിക്കുക എന്നത് ശീലമാണ്. അതിലൂടെ എല്ലാ അസ്വസ്ഥതകളും മാറാറുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. സ്വാമിയുടെ സച്ചരിതം, ഭാഗവതം വായനാ ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങൾ 4 പേരും സജീവ പങ്കാളികളാണ്. സത്യം പറഞ്ഞാൽ സ്വാമിയിലോട്ട് ചേരാനുള്ള ഭാഗ്യമില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമായിരിക്കും അത്. ഞങ്ങളുടെ എല്ലാം സ്കൂൾ ബാഗിലും ട്രാവൽ ബാഗിലും എല്ലാം എല്ലാ സ്വാമി ഭക്തരെ പോലെ സ്വാമിയുടെ ഒരു ചിത്രവും വിഭൂതിയും സൂക്ഷിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഭജന നടക്കുന്ന സമയത്ത് നമ്മുടെ ലിഖിത ജപത്തിലെ പേപ്പർ എടുത്ത് പുട്ടപ്പർത്തിയിലെ വിഭൂതി അവർ പൊതിയുന്നത് പോലെ പൊതിഞ്ഞ് ഭജനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രസാദമായി നൽകാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് ആയതിനാൽ നമ്മുടെ വീട്ടിലെ ഭജനയും നമ്മുടെ നെയ്യാറ്റിങ്കര സമിതിയും ഒക്കെ മിസ് ചെയ്യുന്നു. എല്ലാം പെട്ടെന്ന് തിരികെ പഴയതുപോലെ ആകുമെന്ന പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ. ജയ് സായിരാം. സായിരാം വളരെ നന്നായി അനുഭവം പറഞ്ഞു. പാരായണം അതിഗംഭീരമാണ്. മിടുക്കി മോളെ, വളരെ നന്നായിട്ട് മോളെ പ്രസന്റ് ചെയ്തു കേട്ടോ. വായനയുടെ അനുഭവം പറഞ്ഞത് അത് നല്ല പ്രാസംഗികയാണ്, വളരെ മിടുക്കിയായ പ്രാസംഗികയാണ്. അത് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവും. അത് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ఒక వేదాంతి నా దగ్గరకు వచ్చాడు. వన్ ఫిలాసఫర్ కేమ్ టు మీ, స్వామి బ్రహ్మ సత్యం జగత్ మిథ్య అని శంకరాచార్యులు వారు చెప్పారు కదా. He said, well, Shankaracharya has declared Brahma is truth and Jagat is mithya. ప్రత్యక్షంగా కనిపిస్తుండాలి. Well, I have been able to see this world. ప్రత్యక్షంగా అనుభవిస్తున్నాము. I am enjoying this world. జాగ్రత్త సుషుప్తులందు జీవిస్తున్నాము. In the waking, dream and deep sleep state I am living. ఇది మిథ్యమని ఎట్లవుతుంది? How can I call this mithya, Swami? అని ప్రశ్నించాడు. He questioned me like that. నాయన, ప్రపంచం మిథ్య అనేటువంటి ప్రపంచానికి వదిలిపెట్టు, అది దానికి చూసుకుంటుంది. నీవు మొట్టమొదటి నీవు సత్యమా మిథ్యమా నీవు కనుక్కోమన్నాను. Let the world judge for itself whether it is mithya or satya. Try to find out for yourself whether you are truth or mithya. ఎవనికి వాడు సత్యమా మిథ్యమా అని గుర్తించుకుంటే ప్రపంచం యొక్క విషయం గుర్తించుకున్నవాడు అవుతాడు. If each one can realize whether he is truth or mithya, the world will take care of విద్యార్థులు కూడా అంతే. Today students are similar. తన తత్వం ఏమిటో తాను గుర్తించడానికి ప్రయత్నించడం లేదు. He is not trying to find out what his reality is. విదేశముల యొక్క విషయాలంతా కూడా వినాలని కోరుతారు. He is aspiring to know all about the world. ఆ దేశంలో ఏమి జరుగుతుండాది, ఈ దేశంలో ఏమి జరుగుతుండాది, ఈ దేశం అన్ని పరదేశముల యొక్క విషయాన్ని చూస్తున్నా, నీ దేశంలో ఏమి జరుగుతుండాది అది మొట్టమొదటి నీవు గుర్తించడానికి ప్రయత్నిస్తున్నావా? You are trying to find out what is happening in this country, in that country, but are you trying to know what is happening in your own body? బయట నుంచి వచ్చేటువంటి న్యూస్ ను మాత్రమే నీవు రిసీవ్ చేసుకుంటున్నావు. నీ నుంచి వచ్చేటువంటి న్యూసెన్స్ నువ్వు ఏమాత్రం యోచన చేయటం లేదు. You are only thinking of the news externally coming to you, but you are not trying to care for the nuisance which is emanating from you within. కనుక మొట్టమొదటి నిన్ను నీవు గుర్తించుకో. Try to find out who you really are. Try to rectify yourself. ఆ తర్వాత ఇతరులను చక్కబెట్టడానికి ప్రయత్నించు. Then you can try to mend others. ఇది మొట్టమొదటి విద్యార్థులు గుర్తించవలసినటువంటి విషయం. This is the first thing that the student should realize. ആ സായിരാം മോളെ, ഇനി ഭജന പാടിക്കോളൂ. ദേവി കൃഷ്ണ. ഓക്കെ, ജയ് ജയ് ഭജന പാടിക്കോ. ജയ് ജയ് വൈഷ്ണവി ദേവി മാ, 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 ജയ് മാ ജയ് മാ ജയ് മാ സായി മാ, ജയ് ജയ് മാ ജയ് ജയ് മാ ജയ് ജയ് മാ സായി മാ, ഷേരാ വാലി മാ ജോധാ വാലി മാ, ഷേരാ വാലി മാ ജോധാ വാലി മാ, पहाड़ा वाली माँ जय जगत जननी साई माँ, पहाड़ा वाली माँ जय जगत जननी साई माँ, जय माँ जय माँ
जय मा साई मा, जय जय मा, जय जय मा, जय जय मा साई मा। जय जय वैष्णवी देवी माँ, जय जय वैष्णवी देवी माँ, जय माँ, जय माँ, जय माँ साई माँ, जय जय माँ, जय जय माँ, जय जय माँ साई माँ। शेरावाली माँ, जोधा वाली माँ, पहाड़ा वाली माँ, जय जग जननी साई माँ। जय माँ, जय माँ, जय माँ साई माँ, जय जय माँ साई माँ। जय जय वैष्णवी देवी माँ, जय जय वैष्णवी देवी। സായിരാം മോളെ, എല്ലാം ഭംഗിയായി. താങ്ക് യു സോ മച്ച്. സായി ഉപമ, നിങ്ങളുടെ മാർഗവും ലക്ഷ്യവും അറിയാമെങ്കിൽ നിങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുവാനാകും. ഈശ്വരൻ തന്റെ പ്രേമവും കാരുണ്യവും അനുഗ്രഹവും എത്രത്തോളം പരത്തിയിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ വീക്ഷണവും സഹതാപവും പ്രേമവും വിപുലമാക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളിലേക്ക് ഈശ്വരനെ സ്വീകരിക്കുന്നതിനായി ജാഗ്രതയോടെ ഇരിക്കുക. രക്തം ശിരസ്സു മുതൽ പാദം വരെ എല്ലായിടത്തും ചംക്രമണം ചെയ്യണം. പ്രേമം മുകളിൽ നിന്നും താഴേക്ക് ഒഴുകണം. അപ്പോൾ മാത്രമേ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യവും ആനന്ദവും ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകം ഈശ്വരന്റേതാണ്. ഇവിടെയുള്ള എല്ലാം ഈശ്വരന്റെ പ്രേമത്തിന് പാത്രമാണ്. ചന്ദ്രൻ എല്ലായിടത്തും ഒരുപോലെ നിലാവ് പരത്തുന്നു. ലൗകികമായ സുഖങ്ങളിലും പ്രവർത്തികളിലും മോഹിതരാവാതെ ഇരിക്കുക. ലോകത്ത് ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെത് ആകാതിരിക്കുക. നിഷ്കാമമായി അവനവന്റെ കർത്തവ്യങ്ങൾ ചെയ്യുക. ഈശ്വരന് മുമ്പിൽ ഒരാഗ്രഹവും വെക്കാതിരിക്കുക. ഈശ്വരൻ നൽകുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആണെന്ന് വിശ്വസിക്കുക. ജയ് സായിരാം. സായിരാം ദേവി, എല്ലാ സംഗതികളും വളരെ ഭംഗിയായി. ഭഗവാന്റെ കൃപക്ക് വീണ്ടും വീണ്ടും പാത്രമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. സായിരാം.